ഹലോ, നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ? ഇതൊരു ക്രീപ്പ് പേപ്പർ വെച്ച് ഉണ്ടാക്കുന്ന ഫ്ലവറാണ്. ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാനും. പിന്നെ കുറച്ച് നേരം ക്ഷമ അത്യാവശ്യമാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. നല്ല ക്ഷമ വേണം. അപ്പം നമുക്ക് പെറ്റൽസ് എടുക്കുന്നുണ്ട്. 4 സെൻറ്റിമീറ്റർ ഇൻറ്റു 6 സെൻറ്റിമീറ്റർ ഹൈറ്റും വീതിയും, അതുപോലെ 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 6 സെൻറ്റിമീറ്ററിൽ ഹൈറ്റും വീതിയിലുള്ള ആ ക്രീപ്പ് പേപ്പർ നേരെ അത് വരയുണ്ട് ആ നേരെ ഇരിക്കുന്ന രീതി വേണം നമുക്ക് അളന്നെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാ പെറ്റൽസും ഇതുപോലെ മൺവശം കൂടുതൽ വീതി കൂട്ടിയിട്ട് വേണം കട്ടിയെടുക്കാൻ. എന്നിട്ട് സിസേഴ്സിൻ്റെ സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കണം. വലിച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു വീതി കൂട്ടുമ്പോഴത്തേന് ഒരു പെറ്റൽസിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ്, ആ ഒരു ഒടിവ് വരും. ഇത് നമ്മുടെ റോസിൻ്റെയൊക്കെ ഒരു വളഞ്ഞൊക്കെ ഇരിക്കത്തില്ലേ, ആ ഒരു ചെറിയൊരു ഫീൽ കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫുള്ള് എടുക്കുക. ഒരു 10-12 എണ്ണം 5x6ഉം ഒരു 8 പെറ്റൽസ് 4x6 സെൻറ്റിമീറ്ററിൽ എടുക്കാം. പിന്നെ 4x4 എന്ന് പറയുന്നത് നമ്മൾ ലീവ്സ് സെറ്റ് ചെയ്യുന്നത്. ഒരു കമ്പി എടുക്കുക. നമ്മൾ കെട്ട് കമ്പിയേക്കാൾ ഇച്ചിരി കട്ടി വേണം. കെട്ട് കമ്പി തിരി കട്ടിയില്ലല്ലോ, നമുക്ക് ഇച്ചിരി കട്ടി വേണം, അതാണ് സൈസ്. അതെടുത്തിട്ട് ഞാൻ ഫോയിൽ പേപ്പറാണ് നമ്മൾ ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഉണ്ടയാക്കി എടുത്ത്, എന്നിട്ട് അതിനെ കിഴുത്തിയിടാൻ പാടാണ്, കാരണം കമ്പി കയറില്ല. ഇനി ഞാനിപ്പോൾ ഒരു പെൻസിൽ എന്തെങ്കിലും ഇട്ട് കുത്തി കിഴിച്ചിട്ട് കമ്പി ഉള്ളിലേക്ക് ഇട്ടിട്ട് ഗ്ലൂ ഗൺ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആദ്യം മുകൾ വശത്ത് നമുക്ക് പേപ്പർ, അതായത് കാണാത്ത രീതിയിൽ അതൊന്ന് മൂടി വെക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസിലും സൈഡിൽ ഇങ്ങനെ ഗ്ലൂ ഗൺ കൊടുത്തിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർന്നിരിക്കുന്ന പോലെ വെക്കണം. അങ്ങ് ഫുള്ളങ്ങ് ഒട്ടിച്ചങ്ങ് വെക്കരുത്. ആ ഒരു തുമ്പ് വിടർന്നിരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മലർത്തി വെക്കണം. അപ്പോൾ ഒരു ഫീൽ കിട്ടും. അങ്ങനെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എല്ലാ പെറ്റൽസും ഒട്ടിക്കണം. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊച്ചു പെറ്റൽസ് എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഫുള്ളി വെച്ചിട്ട് വേണം നെക്സ്റ്റ് കുറച്ച് വലിപ്പമുള്ള പെറ്റൽസ് എടുത്തിട്ടില്ലേ അത് വെക്കാനായിട്ട്. എന്നിട്ട് അതിങ്ങനെ ഓരോന്നും വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ തുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യണം. അതൊന്ന് പുറത്തോട്ട് ഫോൾഡ് ചെയ്ത് കത്തി കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റോസ് പെറ്റൽസ് ഇങ്ങനെ വിടർന്നിരിക്കുന്ന പോലെ ഫീൽ കിട്ടും. പെറ്റൽസ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ പെറ്റൽസിൻ്റെ ഗ്ലൂ ഗൺ ചെയ്തിട്ട് എന്നിട്ട് അതിൽ ഒട്ടിച്ച് വെക്കും. അപ്പം ഈ ഗ്ലൂ ഗണ്ണിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നല്ല കേട്ടോ, കാരണം സ്റ്റിക്കായിരുന്നുള്ളൂ. പിന്നെ വെക്കണത്ത് അങ്ങ് വിരിക്കുന്നേ ഉള്ളൂ, നീക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കീറിപ്പോവും, പേപ്പറല്ലേ. അപ്പം അങ്ങനെ ലാസ്റ്റ് പെറ്റൽസ് എല്ലാം ഞാൻ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചത്. ആ സ്റ്റെമ്മിന് കവർ കൊടുക്കാനായിട്ട് നമ്മൾ ആ ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡ് തന്നെ കെട്ടിയെടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നല്ല വലിച്ച് എടുക്കണം കേട്ടോ, പൊട്ടിച്ച് കളയരുത്. വലിച്ചിട്ട് അതിങ്ങനെ വലിച്ച് ചുറ്റിയാൽ മതി. അപ്പോൾ ചുറ്റുമ്പോഴത്തേന് അത് സ്റ്റിക്കായിക്കോളാം. പിന്നെ താപ്പോട്ട് അതിങ്ങനെ ചുറ്റി ഫുള്ളിയും കൊണ്ടുവരണം. ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ആ ഒരു കട്ടിയുള്ള ഭാഗം വരുമല്ലോ, അവിടെ നന്നായിട്ട് ചുറ്റിയിട്ട് താപ്പോട്ട് കനം കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അവിടെ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് വേണമല്ലോ. നമ്മൾ റോസിൻ്റെയൊക്കെ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഒരു ഭാഗത്ത് മുകളിൽ കട്ടി വരുമല്ലോ, അതെനിക്കറിയത്തില്ല, ക്ലിയറായിട്ട് പറഞ്ഞുതരാൻ. എന്നാലും സംഭവം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. ഓക്കെ, എഡ്ജിൽ കുറച്ച് ഗ്ലൂ ഗൺ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം, അത് അവിടെ ഇരുന്നോളൂ. ഓക്കെ, ഒരു പീസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അതിൻ്റെ ഫ്ലവറിൻ്റെ ഇതിൻ്റെ കൂടെ ലെന്ത് നോക്കുക, അതനുസരിച്ച് എടുത്തിട്ട് അതിന് നന്നായിട്ട് മടക്കിയിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കളയുക ഒരു ഭാഗം. എന്നിട്ട് അപ്പുറത്തൊന്നും ചരിച്ച് കട്ട് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു ലീഫ് മാതിരി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കത്രി കൊണ്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഞെരടാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ഭംഗി നിൽക്കും. കണ്ട ഒരു ചെറിയ ഒറിജിനാലിറ്റി ഫീലൊക്കെ തോന്നുമല്ലോ. അങ്ങനെ ആ ലീഫ് മൊത്തം നമ്മൾ ചുറ്റി ഒട്ടിച്ച് വെക്കണം. നമുക്ക് ഇതൊരു മെയിൻ സ്റ്റെമ്മായിട്ട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ചുകൂടെ ലെന്ത് വേണ്ടതുകൊണ്ട് കുറച്ചുകൂടെ പേപ്പർ കട്ട് ചെയ്ത് സ്റ്റെമ്മിൽ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ലാസ്റ്റിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ 4x4 ലീഫ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് 4x4 എടുത്തിട്ട് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് 2 പാർട്ടാക്കിയിട്ട് നടുക്കൂടെ ഗ്ലൂ ഗൺ തേച്ച് ചെറിയ കുഞ്ഞ് കമ്പുണ്ടല്ലോ, ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, ഫ്ലവർ വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനല്ലേ 2 ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എഡ്ജുകളും ആ രീതിയിൽ കട്ടിയെടുക്കണം. ഇങ്ങനെ കട്ടിയെടുക്കണം. അപ്പോൾ ഒരു ഭംഗി കിട്ടും, ഒരു ഒറിജിനാലിറ്റി ഫീൽ വരും. അതുപോലെ 3 ലീഫ് ഒരെണ്ണത്തിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. റോസിൻ്റെ പെറ്റൽസ് പറഞ്ഞിട്ടില്ലേ, പെറ്റൽസ് അല്ല ലീഫ് പറഞ്ഞിട്ടില്ലേ, 3 എണ്ണം ഒന്നിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ
മൂന്നെണ്ണം ഒന്നിച്ച്. പിന്നെ ഈ ടേപ്പ് എന്ന് പറഞ്ഞത് ഞാൻ ഫ്ലവേഴ്സ് ചെയ്യുന്ന ഫ്ലവർ ടേപ്പാണ്. അതാണ് അത് ഞാൻ ചെയ്തത്. ഇതിൻ്റെ ബഡ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുഞ്ഞ് കമ്പി ഉണ്ടല്ലോ, അതൊന്ന് ചുറ്റി വളച്ചെടുത്തിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അത് മുട്ടിൻ്റെ ഷേപ്പിൽ ഫോയിൽ പേപ്പർ ഒന്ന് ഷേപ്പാക്കി വെക്കണം. രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ. ഇനി നമുക്ക് റെഡ് കളറുള്ള നമ്മുടെ പേപ്പറല്ലേ, അത് നമുക്ക് ഇതിലിങ്ങനെ ചുറ്റി ഒരു ആ ഷേപ്പിലൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് വെക്കണം. ഓക്കെ. ഈ മുട്ടിയ പെറ്റൽസ് വേണം. അതിന് 4.5 അല്ലെങ്കിൽ 4 എടുത്തിട്ട് അതിനെ നാലായിട്ട് മടക്കണം. മടക്കിയിട്ട് ഓരോ പെറ്റൽസ് വരുന്ന രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം, കട്ടിയെടുക്കണം. എന്നിട്ട് നിവർത്തിയിട്ട് നമ്മുടെ മുട്ടില്ലേ ബഡ്സിലോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കണം. ഒരു മുട്ടിൻ്റെ പെറ്റൽസ് ഇരിക്കുന്ന രീതിയിൽ വരാനായിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. എക്സസൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ടി തീർന്നില്ല കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഫ്ലവർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ഒരു തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേന് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും കേട്ടോ. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ്, നല്ല രസമാണ് കാണാൻ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷേ എൻ്റെ ഇത് പോയി. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അയാളത് വാങ്ങിച്ചു. കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏകദേശം നല്ല മെനക്കെട്ട പരിപാടിയാണ് ഇത് ഉണ്ടാക്കൽ കേട്ടോ. അതുപോലെ തന്നെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഇതിന് ഓരോന്നിനും ഇങ്ങനെ സെറ്റാക്കുമ്പോൾ നല്ല ചൂടാണ്. ബഡ്സിന് ഒറിജിനാലിറ്റി തോന്നാനായിട്ട് അതിന് ചെറിയ ചെറിയ ഗ്രീൻ ലീവ്സ് ഇല്ലേ, അതുണ്ടാക്കലുണ്ട് കേട്ടോ. അതുണ്ടാക്കാനായിട്ട് നമ്മൾ എൻ്റെ കൊച്ചിൻ്റെ ക്രയോൺ അടിച്ച് മാറ്റിയിട്ടാണ് ഞാൻ ആ ക്രയോൺ ഇങ്ങനെ ഈ ഗ്രീൻ ലീഫിലൊക്കെ ഇങ്ങനെ വൈറ്റ് പൊടിയിരിക്കല്ലേ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രയോൺ ഇങ്ങനെ അതിൽ തൂത്ത് കൊടുത്തത്. ഞാൻ പല ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാനിങ്ങനെ ബ്ലാക്ക് വൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഒറിജിനാലിറ്റി കിട്ടാനായിട്ടാണ് കേട്ടോ ചെയ്തത്. കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ പുറത്ത് സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാട്ടിലാണ്. എൻ്റെ ഫോൺ ശരിക്കും പണി വന്ന് തുടങ്ങി. കാരണം ഇതിൽ കിടക്കുന്ന വീഡിയോസ് ഡിലീറ്റ് ചെയ്തു പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ പയ്യെ ഓരോന്നും അപ്ലോഡ് ആക്കിയിട്ടേക്കാം. ഇൻ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു മെമ്മറീസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്ത ചില വർക്ക്സ് എന്ന രീതിയിൽ നമ്മൾ കിടന്നോട്ടെ അവിടെ. കാണുന്നവർക്ക് കാണാം, വേണ്ടവർക്ക് കാണണ്ട. പക്ഷേ എനിക്കത് കാണുന്ന സന്തോഷം കേട്ടോ. ഇത്രയൊക്കെ മെനക്കെട്ട് കുത്തിയിരുന്നു ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇത്രയൊക്കെ ഞാൻ ചെയ്താ എന്നൊക്കെ. പെറ്റൽസിൻ്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്തത്. അപ്പം എന്നിട്ട് നമ്മൾ ആ ബഡ്സിൻ്റെ ചുറ്റിനും ഈ ഒരു ചെറിയ പെറ്റൽസ് അല്ല ലീഫ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ മറ്റേ ഗ്ലൂ ആണ് എടുത്തത്, അല്ലാണ്ട് ഹോട്ട് ഗ്ലൂ അല്ല എടുത്തത്. നമ്മൾ പിന്നെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് മറ്റേ ടേപ്പ് ചുറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ച് വയ്ക്കണം. മറ്റേ ഗ്ലൂ വെച്ചിട്ട് നിൽക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ടേപ്പിനെ ചുറ്റിയെടുക്കുന്നത്. നമ്മുടെ സ്റ്റെമ്മിനെ ഫുള്ള് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ്. കുഞ്ഞ് ബഡ്സ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ തൊട്ട് വലിയ ബഡ്സ് വേണം. അപ്പോൾ അതിന് കുറച്ച് വലിപ്പത്തിലുള്ള ഫോയിൽ പേപ്പർ എടുത്തിട്ട് മറ്റേ സ്റ്റിക്ക് കമ്പി നമ്മൾ ചുറ്റി വെച്ചതുപോലെ വെച്ചിട്ട് അതിൽ അമക്കി ആ മുട്ടിൻ്റെ ഷേപ്പിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് വലിയ പെറ്റൽസ് രീതിയിൽ കുറച്ച് പേപ്പർ മീൻസ് ജസ്റ്റ് ഒരു അളവ് നോക്കുക, ആ അളവ് അനുസരിച്ചിട്ട് എടുത്ത് അതിനെ ഞാൻ ഹോട്ട് ഗ്ലൂ അല്ല യൂസ് ചെയ്യാറ്, ഇതാണ് യൂസ് ചെയ്തത്. ഇത് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് ഫുള്ള് വെക്കുന്നുണ്ട്. അതും സെയിം കണക്കിനാണ് റിപ്പീറ്റ് ചെയ്ത് പക്ഷെ വലുപ്പം കൂട്ടി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഫുൾ അപ്ലോഡാകാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഫുള്ള് 1.5 മണിക്കൂർ അപ്ലോഡാക്കാൻ പറ്റൂല. ആരും കാണുപോലും, ഇത് തന്നെ കാണത്തില്ല. എന്നാലും ഞാനത് മാക്സിമം കട്ട് ചെയ്ത് ചുരുക്കിയിട്ടാണ് ഞാനത് അപ്ലോഡാക്കുന്നത് കേട്ടോ. വീണ്ടും സെയിം തന്നെ നമ്മൾ ഗ്രീൻ ലീവ്സ് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ ലീവ്സ് എടുത്ത് ചുറ്റിനും വെക്കുക. ഇത് തന്നെ റിപ്പീറ്റ്. എന്നിട്ട് താഴോട്ട് ടേപ്പ് ചുറ്റി അതൊരു ചെറിയൊരു ഫ്ലവറാക്കി വെക്കാം. അറ്റ് ലാസ്റ്റ് നമുക്ക് അതിലൊരു കുഞ്ഞു മുട്ടുകൾ വേണമായിരുന്നു.
ഒരു നല്ല ഒരു ഉള്ളിൽ മാത്രം ചെറിയൊരു റെഡ് കളർ തോന്നുന്ന രീതിയിലുള്ളൊരു മുട്ട ഇതാ കണ്ട അത്രയും അതും ഉണ്ടാക്കിയിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സെറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം ആ കുഞ്ഞ് മുട്ട വെച്ചു, പിന്നെ അതിൻ്റെ കുറച്ച് വലുത് വെച്ചു, ടേപ്പിട്ട് ചുറ്റിയാണ് എടുക്കുന്നുണ്ട്. ഈ ടേപ്പ് ചെറിയൊരു പശപ്പുണ്ട്, അത് കാരണം അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുക. പിന്നെ സിംഗിളായിട്ട് ഒരു ലീഫ് വെച്ച് ചുറ്റിട്ടുണ്ട് കേട്ടോ. ആ വലിയ ഫ്ലവറിലും നമ്മൾ ലീഫ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടേപ്പ് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആ നമ്മൾ ബഞ്ചസ് അല്ല 2-3 ഫ്ലവർ ഒന്നിച്ച് വെച്ചില്ല, അതും ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ചുറ്റണം. എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല, അത് എൻ്റെ ക്യാമറ ഫ്രണ്ടിൽ നിന്ന് പോയി ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓരോ പടിയായിട്ട് നമ്മൾ ആദ്യം എല്ലാം സെറ്റാക്കി വെച്ചില്ല, അതെല്ലാം നമുക്കിങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വരണം. സിംഗിൾ യൂസ് ചെയ്തിട്ട് അതിനെ 3 ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് മറ്റേ ബഞ്ചസിൽ ലാസ്റ്റിൽ ഏകദേശം ഇടഭാഗം വരുമ്പോൾ വെക്കാനായിട്ട് കേട്ടോ. നമ്മുടെ മെയിൻ ബഞ്ചസിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അതുകൂടെ നമ്മൾ സ്റ്റെമ്മിൽ കണ്ട ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആ ടേപ്പ് കൊണ്ട് ചുറ്റി എടുക്കുകയാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്, കാരണം നല്ല വെയിറ്റ് വരുന്നുണ്ട് കമ്പിയുടെ ഈ ഫ്ലവേഴ്സിൻ്റെ കൂടെ. നല്ല വെയിറ്റ് ഇല്ല, അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. പേപ്പർ ആണെങ്കിലും കുറച്ച് ഏറെ ചെയ്യുന്നുണ്ടല്ലോ കണ്ട. എങ്ങനെ നന്നായിട്ട് ചുറ്റി എടുക്കുക. എക്സസ് ആയിട്ട് വന്ന കമ്പി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഈ ഗ്ലൂ കൊണ്ട് ആ ടേപ്പിനെ ഒന്നുകൂടെ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. നല്ലൊരു മെനക്കെട്ട പണിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ നല്ലൊരു ഒരു സന്തോഷം, ഒരു സംതൃപ്തി ഇത് കണ്ടപ്പോൾ.